ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പുളിയിലപ്പാറ വടക്കൻ വീട്ടിൽ ഡെൽജോയാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. മണലൂർ സഹകരണ ആശുപത്രിയിൽ രോഗിയുമായി വന്നവർ ആക്രമണം നടത്തിയതായി പരാതി. ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഉപകരണങ്ങൾ നശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് സിഗ്നൽ ജംഗ്ഷൻ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തിവന്നിരുന്ന സമരം 300 ദിവസം പിന്നിട്ടു. അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് റാലി നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തി നറുക്കെടുപ്പ് ബുധനാഴ്ച നടക്കും. കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത് 55 പേർ. മുണ്ടൂർ വെട്ടിക്കാവിൽ വർക്ക്ഷോപ്പിൽ അഗ്നിബാധ, സ്കൂട്ടറും ബൈക്കുകളും കത്തിനശിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചാലക്കുടി കൂടപ്പുഴയിലെ അതിരപ്പിള്ളി റോഡിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന യുവാവിന് ഗുരുതര പരിക്കേറ്റു. പെരിങ്ങൽകുത്ത് പുളിയിലപ്പാറ വടക്കൻ വീട്ടിൽ അജിയുടെ മകൻ 19 വയസ്സുള്ള ഡെൽജോയാണ് മരിച്ചത്. പരിയാരം കൊന്നകുഴി പുത്തൻപുരയ്ക്കൽ ലാലന്റെ മകൻ മിഥുലിനാണ് പരിക്കേറ്റത്. പുളിയിലപ്പാറയിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിക്ക് ചാലക്കുടിയിലേക്ക് ബൈക്കിൽ വന്നതായിരുന്നു ഡെൽജോ. ഇടയ്ക്ക് വെച്ചാണ് സുഹൃത്ത് മിഥുൽ ബൈക്കിൽ കയറിയത്. റോഡരികിൽ യാത്രക്കാരിറക്കുന്നതിന് നിർത്തിയിട്ട സ്വകാര്യ ബസിനെ മറികടന്ന ബൈക്കിൽ എതിരെ വന്നിരുന്ന മറ്റൊരു സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻഭാഗം തകർന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഇരുവരെയും ഉടനെ നാട്ടുകാർ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡെൽജോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മിഥുലിന്റെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഏനാമാവ് കടവിൽ സ്റ്റീൽ പാലത്തിന് സമീപം പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. സമീപത്തെ 2 വൈദ്യുതി തൂണുകൾ തകർന്നു. ഏനാമാവ് സ്വദേശി TI സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള കടവിലെ കട എന്ന സ്ഥാപനത്തിലേക്കാണ് പിക്കപ്പ് വാഹനം ഇടിച്ചു കയറിയത്. കടയുടെ മുൻവശം പൂർണ്ണമായി തകർന്നു. പാവറട്ടി ഭാഗത്തു നിന്നും കാനാണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. 80,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതിനെ തുടർന്ന് സമീപ പ്രദേശത്ത് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. മണലൂർ സഹകരണ ആശുപത്രിയിൽ രോഗിയുമായി എത്തിയവർ ആക്രമണം നടത്തിയതായി പരാതി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഏനമക്കൽ ഭാഗത്തുനിന്ന് എലിവിഷം കഴിച്ചെന്ന് പറഞ്ഞ് ഒരു യുവാവിനെ ഏതാനും പേർ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. വിഷം കഴിച്ചവരെ ചികിത്സിക്കാനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ലെന്നും ഡ്യൂട്ടി ഡോക്ടർ എത്തിയിട്ടില്ലെന്നും പറഞ്ഞ് രോഗിയെ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ രോഗിയുടെ കൂടെ ഉണ്ടായിരുന്നവരോട് നിർദ്ദേശിച്ചു. എന്നാൽ കൂടെ വന്നവർ ആശുപത്രിയിൽ അതിക്രമിച്ച് കയറുകയും ട്രോളിയെടുത്ത് യുവാവിനെ കിടത്തി ആശുപത്രിയിലേക്ക് കയറി. ഡോക്ടറില്ലെന്ന് വീണ്ടും പറഞ്ഞതോടെ ഇവർ ബഹളം വയ്ക്കുകയും ആശുപത്രിയിലെ ഉപകരണങ്ങളും മറ്റും നശിപ്പിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായി ആശുപത്രി ഓണററി മാനേജർ PA രമേശനും ഭരണസമിതി പ്രസിഡന്റ് PK ഭാസ്കരനും പറഞ്ഞു. പോലീസ് കേസെടുത്തു. സ്വല്പം വൈകി കാഞ്ഞാണിയിലെ ബ്ലോക്ക് കാരണം ആ സമയത്താണ് ഏനാമാവ് പ്രദേശത്തു നിന്ന് ഒരു കക്ഷിയെ പോയിസൺ അടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് സിസ്റ്റർമാരും വന്ന് ഇറങ്ങി ചോദിച്ചപ്പോൾ വണ്ടി ഓട്ടോറിക്ഷയായിട്ടാണ് വന്നത്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എലിവിഷം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ സിസ്റ്റർമാർ പറഞ്ഞു ഇവിടെ ഇറക്കണ്ട, കാരണം ഡോക്ടർ എത്തുന്നുള്ള മാത്രമല്ല ഇവിടെ ഇപ്പോൾ അതിന് പ്രാഥമികമായിട്ട് വിഷം കഴിച്ചതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനിവിടെ കഴിയില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ അവർ ബലമായി കയറി ഹോസ്പിറ്റലിനകത്ത് കയറി ട്രോളി കൊണ്ടുവന്ന് അതിലേക്ക് കിടത്തി. ഇപ്പോൾ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അവർ ഒരു സംഘർഷഭരിതമായൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഇവിടുത്തെ ബോർഡുകൾ നശിപ്പിക്കുക, അതേപോലെ തന്നെ ബെഞ്ച് കസാരകളൊക്കെ നശിപ്പിക്കുന്ന നടപടികരിച്ചു. ഇവിടെ ജീവനക്കാരുടെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനിടെ അവർ മുതിരുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എലവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തിവന്നിരുന്ന സമരം 300 ദിവസം പിന്നിട്ടു. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. RM പവിത്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KK അൻസാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, വാർഡ് കൌൺസിലർ CS സുമേഷ്, KK രാജേന്ദ്രൻ, KR വിദ്യാസാഗർ തുടങ്ങിയവർ സംസാരിച്ചു.
ക്ഷേത്രവും ആശുപത്രിയും സർക്കാർ സ്കൂളും സർക്കാർ ഓഫീസുകളുമെല്ലാം നമ്മളിൽ നിന്ന് അകലെയാക്കുവാൻ ശ്രമിക്കുന്ന നാഷണൽ ഹൈവേ അധികാരികളോട് ശക്തമായി പ്രതിഷേധിക്കാൻ നമ്മൾ വീണ്ടും ഒത്തുകൂടുന്നു. എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ സായാഹ്ന ധർണയുടെ 300-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് സമരപ്പന്തലിൽ നിന്നും പ്രതിഷേധ മാർച്ച് കൊടുക്കും. ആശുപത്രിയും സർക്കാർ സ്കൂളും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും ബുധനാഴ്ച നടക്കും. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ഭരണസമിതി മുമ്പാകെയാണ് കൂടിക്കാഴ്ച. ലഭിച്ച 56 അപേക്ഷയിൽ യോഗ്യരായ 55 അപേക്ഷകർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള കത്തയച്ചു. അപേക്ഷകരുടെ പേരുകൾ വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് ഉച്ചപൂജയ്ക്ക് ശേഷം നറുക്കെടുക്കും. നിയുക്ത മേൽശാന്തി ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. 30 രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ചുമതല ഏൽക്കും. മുണ്ടൂർ വെട്ടിക്കാവിൽ വർക്ക്ഷോപ്പിന് മുന്നിൽ വച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. അവണൂർ സ്വദേശി എൽവിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിന് മുന്നിൽ റിപ്പയറിംഗിന് വച്ചിരുന്ന സ്കൂട്ടറും 2 ബൈക്കുകളുമാണ് കത്തിനശിച്ചത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. മത്സ്യത്തൊഴിലാളി വള്ളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വടാനപ്പള്ളി ചിലങ്ക ബീച്ച് കാട്ടിൽപുരയ്ക്കൽ 62 വയസ്സുള്ള ദാസനാണ് മരിച്ചത്. ഗുരുദക്ഷിണ വള്ളത്തിലെ തൊഴിലാളിയാണ്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നബിദിനാഘോഷത്തിൽ എയ്യാൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വയോധികരുടെ ദഫുമുട്ട് ശ്രദ്ധേയമായി. മഹല്ലിലുള്ള 60 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ളവരാണ് ദഫുമുട്ടിൽ പങ്കാളികളായത്. അബ്ദുല്ല കരുമത്ത് നാലിൽ, അബ്ദുറഹ്മാൻ ഊക്കയിൽ, കെ വി കുഞ്ഞിമോൻ, മുത്തു, ഇടുക്കി ഉസ്താദ്, ഹസൻ കാരങ്ങിൽ, കുഞ്ഞിമോൻ കൂട്ടുങ്ങൽ, മോനു എന്നിവരാണ് ദഫുമുട്ട് അവതരിപ്പിച്ചത്. 4 ദിവസം കൊണ്ടാണ് ഇവരെ ദഫുമുട്ട് പരിശീലിപ്പിച്ചത്. OM ഖാസിം, റഫീഖ് പത്തൻസ്, KA ഹമീദ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. അരിമ്പൂർ കൈപ്പിള്ളി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമൊരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. നാളുകളായി തകർന്നു കിടന്നിരുന്ന റോഡ് 15-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്താണ് സഞ്ചാരയോഗ്യമാക്കിയത്. അരിമ്പൂർ പഞ്ചായത്തിന്റെയും വാട്ടർ അതോറിറ്റിയുടെയും അനാസ്ഥയാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമായത്. 15-ാം വാർഡ് പ്രസിഡന്റ് സിൻഡോ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ കുര്യക്കാട്ടിൽ, രാജു തലേപ്പറമ്പിൽ, രഞ്ജിത്ത് നടുവത്തേരി, വിഷ്ണു പ്രസാദ് പുതുവത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒല്ലൂർ എടക്കുന്നി ആരുകുളങ്ങര ബാലസമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കുമ്മാട്ടി മഹോത്സവം സംഘടിപ്പിച്ചു. മഹാബലിയും ശ്രീകൃഷ്ണനും തള്ളയും ഉൾപ്പെടെ 11 വേഷങ്ങൾ അണിനിരന്നു. ടാബ്ലോ, നാസിക് ഡോളും എന്നിവ കുമ്മാട്ടിക്ക് അകമ്പടിയായി. ആരുകുളങ്ങര ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച് ദേശ നടവഴികൾ ചുറ്റി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ അവസാനിച്ചു. ആരുകുളങ്ങര ബാലസമാജം ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബിജു തെക്കേടത്ത്, സെക്രട്ടറി ദിലീപ് പുളിക്കപ്പറമ്പിൽ, വള്ളൂർ കൃഷ്ണപ്രസാദ്, മങ്ങാട്ട് ഹരിപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാത സ്ഥലമെടുപ്പിനെ തുടർന്ന് അടച്ചിട്ട രാജുവിന്റെ ചായക്കട വീണ്ടും തുറന്നു.
പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചിരുന്ന ചായക്കടയാണ് നബിദിനത്തിൽ താൽക്കാലികമായി തുറന്നത്. അരനൂറ്റാണ്ടിലധികമായി നടത്തിയിരുന്നതും പാതി വഴിയിൽ നിർത്തേണ്ടി വന്നതുമായ ചായക്കട രാജു നബിദിനത്തിൽ തുറന്നത് പ്രിയപ്പെട്ടവരുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങിയാണ്. എടക്കഴിയൂർ അതിർത്തിയിൽ കഴിഞ്ഞ 59 വർഷമായി പ്രവർത്തിച്ചിരുന്ന ചായക്കട അവസാനിപ്പിക്കേണ്ടി വന്നത് ദേശീയപാത സ്ഥലമെടുപ്പിനെ തുടർന്നായിരുന്നു. തിരുവത്ര കുഞ്ചേരി മാത്രംകോട്ട് രാജുവിന്റെ പിതാവായി തുടങ്ങിവെച്ചതാണ് ചെറിയ ചായക്കട. സ്കൂൾ പഠന സമയം മുതൽ രാജു സഹായത്തിനായി കടയിൽ സജീവമായിരുന്നു. പിന്നീട് പൂർണ്ണമായ നടത്തിപ്പുകാരനായി. 4 പതിറ്റാണ്ടോളം നാടിന് ചായയും പലഹാരവും നൽകിയ കൈപ്പുണ്യത്തിന് നാട്ടുകാരുടെയും നിറപിന്തുണയുണ്ടായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ ചായക്കട നിലനിന്നിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റിയതോടെ രാജുവിന് ഉപജീവനത്തിനായുള്ള അത്താണി ഇല്ലാതെയായി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓട്ടോ തൊഴിലാളിയായി മാറിയ രാജുവിന് കഴിഞ്ഞ ദിവസം കിറാമംകുന്ന് മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഫാസ്കോയുടെ പ്രവർത്തകരാണ് വീണ്ടും പഴയ കർമ്മരംഗത്തേക്ക് എത്തിച്ചത്. 59 വർഷമായിട്ട് ഞങ്ങൾ ഇവര് അച്ഛനായിട്ട് കച്ചവടം ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇവരുടെ ഭാഗമായിട്ട് കച്ചവടം നഷ്ടപ്പെട്ട് നോമ്പ് നബിദിനം എന്നൊക്കെ ചായ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവരിനെ വന്ന് വിളിക്കുമ്പോൾ ഞാൻ പോയി സഹായിക്കുന്നത് മാത്രം. മദ്രസയിലെ നബിദിന പരിപാടിക്ക് ചായയും പലഹാരവുമായി എത്തിയാണ് രാജു വീണ്ടും പഴയ കർമ്മ മേഖലയിൽ സജീവമാകുന്നത്. TCV ന്യൂസ്, ചാവക്കാട്. ഊരകം കുമ്മാട്ടി ആഘോഷത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ചേർപ്പ് പോലീസ് അറിയിച്ചു. തൃശൂർ ഭാഗത്തുനിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്ന വാഹനങ്ങൾ പെരുമ്പിളിശ്ശേരി ചേർപ്പ് ഹെർബർട്ട് കനാൽ എട്ടുമന രാജ കമ്പനി കൂടി പോകണം. ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ രാജ കമ്പനിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഹെർബർട്ട് കനാൽ ചേർപ്പ് വഴി പോകണം. പുതുക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപം ഇടത്തോട്ട് തിരിഞ്ഞ് പല്ലിശ്ശേരി ജംഗ്ഷൻ തേവറോഡ് രാജ കമ്പനി വഴി പോകേണ്ടതാണ്. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മീലാദ് കോൺഫറൻസും നബിദിന റാലിയും ബുധനാഴ്ച ചാവക്കാട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4-ന് മണത്തല ജുമാഅത്ത് പള്ളി പരിസരത്തു നിന്നും അർബന സംഘം, ദഫ് സംഘം എന്നിവയുടെ അകമ്പടിയോടെ പ്രവാചക പ്രകീർത്തനങ്ങളുമായി ജില്ലാ മീലാദ് റാലിയോടെയാണ് കോൺഫറൻസിന് തുടക്കമാവുക. 400 മഹല്ലുകളിൽ നിന്നായി 5000-ഓളം പേർ പങ്കെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി PU അലി, സ്വാഗത സംഘം കോർഡിനേറ്റർ CV മുസ്തഫ സഖാഫി, ജനറൽ കൺവീനർ എഞ്ചിനീയർ ജമാലുദ്ദീൻ ഹാജി, SYS സോൺ പ്രസിഡന്റ് നിസാർ മേച്ചേരിപ്പടി എന്നിവർ അറിയിച്ചു. റോഡരികിൽ നിന്ന് കണ്ടുകിട്ടിയ സ്വർണ്ണ പാദസരങ്ങൾ ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച് ഓട്ടോ ഡ്രൈവർ. കിടങ്ങൂര് കുളങ്ങര വളപ്പിൽ ബഷീറാണ് സ്വർണ്ണ പാദസരങ്ങൾ ഉടമയെ തേടി കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചത്. തിരുവത്ര സ്വദേശിയായ പാലയ്ക്കൽ അലിയുടെ മകൾ 10 വയസ്സുകാരി ഐഷ സമറിന്റെയാണ് 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ പാദസരങ്ങൾ. പഴുന്നാനയിലുള്ള ഭാര്യ വീട്ടിലേക്ക് വരുന്നതിനിടയിൽ മരത്തങ്കോട് പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റിന് സമീപം വാഹനം നിർത്തി അലിയും കുടുംബവും ഇറങ്ങിയപ്പോഴാണ് മകളുടെ കൈവശമുണ്ടായിരുന്ന പാദസരങ്ങളുടെ കവർ നഷ്ടപ്പെട്ടത്. സൂപ്പർ മാർക്കറ്റിന്റെ സമീപത്തെ തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചിറങ്ങുമ്പോഴാണ് ബഷീർ റോഡരികിൽ പാദസരങ്ങൾ കിടക്കുന്നത് കണ്ടത്. പിന്നീട് സൂപ്പർ മാർക്കറ്റിൽ അന്വേഷിച്ച് ഉടമയെ കണ്ടെത്തി നൽകുകയായിരുന്നു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച പുലിക്കളി ആഘോഷം വർണ്ണാഭമായി. ടൗൺഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച പുലിക്കളി നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. 200-ൽ പരം കലാകാരന്മാർ അണിനിരുന്ന പുലിക്കളി ഘോഷയാത്ര നഗരസഭാ മൈതാനത്ത് സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് KR വിജയ, മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, BJP ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട, നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. KPMS കൊടകര ഏരിയ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 162ാമത് മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷനായി. സെക്രട്ടേറിയറ്റ് അംഗം PC വേലായുധൻ, സെക്രട്ടറി KU രദീപ്, PV ഉമേഷ്, CV ബാബു, PP ശശിധരൻ, NV ശിവദാസൻ, TK ഷാജു, KV ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു.
SNDP യോഗം ഗുരുവായൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണത്തിന് തുടക്കമായി. യൂണിയൻ ഓഫീസിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗുരുമണ്ഡപത്തിൽ രാവിലെ ഗുരുപൂജയും അഷ്ടോത്തര നാമാവലിയും ഭജനാവലിയും നടന്നു. തുടർന്ന് നഗരസഭാ ലൈബ്രറി ഹാളിൽ യോഗം കൌൺസിലർ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. 18-ന് സെക്കുലർ ഹാളിൽ SNDP യോഗം കൌൺസിലർ ബേബി റാം ഉദ്ഘാടനം ചെയ്യും. 19-ന് ഫ്രീഡം ഹാളിൽ യോഗം കൌൺസിലർ ഷീബയും 20-ന് ഫ്രീഡം ഹാളിൽ യൂണിയൻ സെക്രട്ടറി PA സജീവനും ഉദ്ഘാടനം ചെയ്യും. 21-ന് ടൗൺ ഹാളിൽ നടക്കുന്ന സമാദരണ സദസ്സ് യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സമാധി ദിവസം ദേവദശകവും സമാധി ഗീതത്തിന് ശേഷം സമർപ്പണം ചൊല്ലി ശാന്തിയാത്രയും ഉണ്ടാകും. ഭാരവാഹികളായ PS സജീവൻ, PS പ്രേമാനന്ദൻ, MA ചന്ദ്രൻ, AS വിമലാനന്ദൻ, PP സുനിൽകുമാർ, രമണി ഷൺമുഖൻ, ശൈലജ കേശവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അഷ്ടമിച്ചിറ വിശ്വകർമ്മ സമാജത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിശ്വകർമ്മ ജയന്തി ആഘോഷ സാംസ്കാരിക സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് PV അയ്യപ്പൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വാർഡ് മെമ്പർ MU ബിനിൽ, V സുനിൽ, CG സന്തോഷ്, KM പ്രശാന്ത്, VB തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. പല സാമൂഹ്യ നീതിയും വടക്കാഞ്ചേരി SNDP ശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിൽ ചതയദിന പ്രാർത്ഥന നടന്നു. ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, വൈസ് പ്രസിഡന്റ് CG ശശീന്ദ്രൻ, യൂണിയൻ പ്രതിനിധി PA കുമാരൻ, മുൻ വൈസ് പ്രസിഡന്റ് VR ശ്രീകൃഷ്ണൻ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി PK ശോഭ തുടങ്ങിയവർ പങ്കെടുത്തു. വാടാനപ്പള്ളി മുഹമ്മദൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നബി ദിനത്തിന്റെ ഭാഗമായി ആയിരങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. മഹല്ല് ഖത്തീബ് ഉമർ ഭാഗവി പഴയന്നൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി. സെക്രട്ടറി ജാഫർ, ട്രഷറർ മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6865 രൂപ, പവന് 54,920 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3271 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പുളിയലപ്പാറ വടക്കൻ വീട്ടിൽ ഡെൽജോയാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. മണലൂർ സഹകരണ ആശുപത്രിയിൽ രോഗിയുമായി വന്നവർ ആക്രമണം നടത്തിയതായി പരാതി. ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഉപകരണങ്ങൾ നശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തിവന്നിരുന്ന സമരം 300 ദിവസം പിന്നിട്ടു. അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് റാലി നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തി നറുക്കെടുപ്പ് ബുധനാഴ്ച നടക്കും. കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത് 55 പേർ. മുണ്ടൂർ വെട്ടിക്കാവിൽ വർക്ക്ഷോപ്പിൽ അഗ്നിബാധ, സ്കൂട്ടറും ബൈക്കുകളും കത്തി നശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.